ഹലോ, തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും സവാളയൊക്കെ വറുത്ത് ഒരു മാറ്റി വെക്കുക. പിന്നെ ചിക്കനെ ഞാൻ നേരത്തെ കഴുകി ഉപ്പും മഞ്ഞപ്പൊടിയും തൈരും പെരക്കി വെച്ചതാണ്. ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ട് എണ്ണ ചൂടാൻ അതിനകത്ത് കുറച്ച് സവാള ചേർത്ത് വഴറ്റിയതിന് ശേഷം അതിനകത്തോട്ടേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് ഇടുക. എന്നിട്ട് അതിൻ്റെ പച്ചമുളക് മാറുമ്പോൾ അതിനകത്തേക്ക് മഞ്ഞപ്പൊടിയും കുറച്ച് ഗരം മസാല ഇട്ട് നല്ലോണം മിക്സ് ചെയ്തതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ ചേർക്കുക. ഉണ്ണിയേട്ടൻ ആട്ടനെ സഹായിക്കണേ. അപ്പോൾ ഉണ്ണിയേട്ടൻ അരിഞ്ഞ് വെച്ച മല്ലിയിലയും തക്കാളിയും തൈരും ചെറുനാരങ്ങ നീരും ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. എന്നിട്ട് അത് അടച്ച് വെച്ചൊരു 8 മിനിറ്റ് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചോറുള്ള പരിപാടി നോക്കാം. നെയ്യ് ചൂടാകുമ്പോഴത്തേനും അതിനകത്തോട്ട് ഈ സംഭവങ്ങളൊക്കെ ഇടുക. എന്നിട്ട് വെള്ളം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന രീതിയിൽ അതിട്ടിട്ട് ഉപ്പും ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് അടച്ച് വെച്ച് കുക്കർ ഒരു വിസിൽ കയറുന്നവരെ വേവിക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് നേരത്തെ വറുത്ത് വെച്ച സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പോഴത്തേക്ക് നമ്മുടെ മസാല റെഡി ആയിട്ടാണ്. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മസാലയുടെ മേളിൽ അങ്ങ് ചോറ് ഇടുക. പകുതി ചോറിട്ടാൽ മതി. എന്നിട്ട് ആദ്യം ഈ ലെയർ ഉണ്ടാക്കുക. എന്നിട്ട് ഒരു ചോറും കൂടി ഇട്ടിട്ട് ബാക്കിയുള്ള ചോറും കൂടി ഇട്ടിട്ട് അടുത്ത ലെയർ ഉണ്ടാക്കുക. എന്നിട്ട് കിച്ചൺ ദം ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ബിരിയാണി റെഡി.